നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഒന്നുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിയേറ്റർ ഉടമകളും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും വിതരണക്കാരുടെ സംഘടനയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഫിയോക്ക്, തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്കിൻ്റെ എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു. അത് പെട്ടെന്ന് അടിയന്തര ജനറൽ ബോഡിയാക്കി മാറ്റിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമ്മൾ കൃത്യമായി പോയി കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങളൊക്കെ എടുത്തിരുന്നു. അവിടെ ഉണ്ടായ കുറേ കാര്യങ്ങളിലെ തീരുമാനമാണ് ഞാൻ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒന്നുമല്ല, നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെ സംഘടനയും ഒരുമിച്ച് നിൽക്കുന്നു, തിയേറ്റർ ഉടമ സംഘടന വേറിട്ട് നിൽക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഇവരൊരു യോഗം ചേരുകയും ഇവർ പറയുന്ന ഇപ്രകാരമാണ്: ഇനി ഇടനിലക്കാരില്ലാതെ, എന്ന് വെച്ചാൽ വിതരണക്കാരില്ലാതെ നേരിട്ട് സിനിമ എടുക്കാൻ ഫിയോക്ക് എന്ന സംഘടന, തിയേറ്റർ ഉടമ സംഘടന തയ്യാറാകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു കാരണവശാലും വിതരണക്കാർ വഴി വരുന്ന സിനിമകൾ എടുക്കും, എന്നാൽ വിതരണക്കാരില്ലാതെ നേരിട്ട് ഒരു നിർമ്മാതാവ് തിയേറ്റർ ഉടമകളെ സമീപിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഇവർ റിലീസ് ചെയ്ത് കൊടുക്കുമെന്ന ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇവർ പറയുന്ന ന്യായങ്ങൾ പ്രകാരമാണ്: ചെറിയ സിനിമകൾ വിതരണക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും കൃത്യമായി കൊടുക്കത്തില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചില മാനേജർമാർ ആ സിനിമ റിലീസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുറേ സ്റ്റേഷൻ കാണിക്കുന്നു. എന്നിട്ട് ഒരു സ്റ്റേഷനിൽ 3000-2000 രൂപ വാങ്ങുന്നു. എന്നാൽ കൃത്യമായി അത് റിലീസ് ചെയ്ത് നൽകുന്നില്ല എന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഫിയോക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിയോക്ക് അത് നേരിട്ട് സിനിമ വിതരണം ചെയ്യാമെന്ന ഒരു ഗ്യാരണ്ടി നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നു. അപ്പോൾ കൃത്യമായി സംശയം വെച്ച് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഇപ്രകാരമാണ്: ചില സിനിമകൾ കൃത്യമായി തന്നെ തിയേറ്ററിൽ ഓടുന്നില്ല എന്ന് ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഖേന, എന്ന് വെച്ചാൽ ഫിയോക്ക് മുഖേന നേരിട്ട് വിതരണത്തിന് ഏൽപ്പിച്ചാൽ നമ്മൾ കൃത്യമായി ആ ഷോ നടത്തി കൊടുക്കും. ഒരു തിയേറ്ററിൽ, ഉദാഹരണമായി ഒരു തിയേറ്ററിൻ്റെ പേര് സഹിതം പറഞ്ഞുകൊണ്ട് പറയുന്നു, ആ തിയേറ്റർ ഇപ്പോൾ 4 ഷോ വേണമെന്ന് ആ നിർമ്മാതാവ് പറയുകയാണെങ്കിൽ 4 ഷോയും ഞങ്ങൾ കൃത്യമായി നടത്തി കൊടുക്കും. അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചു, ആ ഷോയ്ക്ക് ആളില്ലെങ്കിൽ ഒരാളോ 2 ആളുണ്ടെങ്കിലും ഞങ്ങൾ നടത്തി കൊടുക്കും എന്നാണ് ഇവർ പറയുന്നത്, തിയേറ്റർ ഉടമകൾ പറയുന്നത്. അങ്ങനെ നിർമ്മാതാക്കളുടെ സിനിമകൾ നേരിട്ടെത്താനുള്ള ഒരു തന്ത്രമായി തന്നെ ഇവർ നീങ്ങുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അത് ഗുണമാണ് നിർമ്മാതാക്കൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പൂർണ്ണമായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് പോവുകയും ചെയ്യും. കാരണം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പല സിനിമ എടുക്കുന്ന പാവപ്പെട്ട പ്രൊഡ്യൂസർമാർക്ക് വേണ്ടത്ര ഷോ കിട്ടുന്നില്ല. ഒരു ഷോ ചിലപ്പോൾ 11 മണിക്കായിരിക്കും ഷോ കൊടുക്കുക, അതോടുകൂടി ഷോ തീർന്നു. ആ സിനിമയെക്കുറിച്ചൊന്നും ഒന്ന് പറഞ്ഞു കേൾക്കുക, ബ്രീത്തിങ് സമയം പോലും കൊടുക്കാതെ തിയേറ്ററിൽ നിന്ന് മാറ്റുന്നു. എന്നാൽ ഇവർ പറയുന്നത് അങ്ങനെ ഒരു സമയങ്ങളിൽ ഞങ്ങൾ 1 വീക്ക് കളിക്കുമെന്ന് പറഞ്ഞാൽ 1 വീക്ക് തന്നെ ആ സിനിമ ഓടിക്കുമെന്ന് ഇവർ ഉറപ്പ് നൽകുന്നു. അങ്ങനെ നടന്നാൽ നല്ലത് എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അങ്ങനെ നടക്കാതെ വീണ്ടും കബളിപ്പിക്കപ്പെടുന്ന നിലയിലേക്ക് ഒരു വാശിയെടുത്ത്, ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഒരു വാശിയെടുത്തുകൊണ്ട് ഒരു തീരുമാനമാണെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിലും ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരാഴ്ച ഒരു സിനിമ, ഒരു ചെറിയ സിനിമകൾ ഒരാഴ്ച ഞങ്ങൾ പ്രദർശനം നടത്തി കൊടുക്കും. അതിന് പൈസ ഒന്നും ഞങ്ങൾ വാങ്ങുന്നില്ല. പിന്നീട് അവരുമായുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അത് ഞങ്ങൾ ഉറപ്പിക്കും. ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉറപ്പിക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് 10% അങ്ങനെ എന്താണെന്നുള്ള പിന്നീട് സംസാരിച്ച് ഉറപ്പിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതോടൊപ്പം തന്നെ വലിയ സിനിമകൾ, അതും അവർ പ്രത്യേകം, വലിയ സിനിമകൾ, ഇപ്പോൾ അന്യഭാഷാ സിനിമകൾ നേരിട്ട് തിയേറ്റർ ഉടമകളുടെ അടുത്തേക്ക്, അസോസിയേഷനിലേക്ക് വരാണ്, നിങ്ങൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തരാമെന്ന് പറയും. അവരപ്പോൾ മിനിമം ഗ്യാരണ്ടി ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പണം നൽകണം. സാധാരണ ഒരു വലിയ സിനിമകൾ തിയേറ്റർ ഉടമകൾ അഡ്വാൻസ് നൽകണം. അത് ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ വരുന്ന സിനിമകൾക്ക് വേണമെങ്കിൽ അസോസിയേഷൻ തന്നെ നേരിട്ട് തിയേറ്റർ ഉടമകളിൽ നിന്നും പൈസ പിരിച്ച് അത് സ്വരൂപിച്ച് അവർക്ക് കൊടുക്കുന്ന നിലയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അസോസിയേഷൻ്റെ തീരുമാനം എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നിലവിലെ സാഹചര്യത്തിൽ ഒരു വിതരണക്കാരൻ്റെ സഹായമില്ലാതെ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഇല്ലാതെ നേരിട്ട് സിനിമ തിയേറ്റർ ഉടമകളുടെ അസോസിയേഷനിൽ എത്തിച്ചാൽ അവർ കൃത്യമായിട്ട് ഷോ നടത്തി കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു സംശയം അവരോട് ചോദിച്ചു. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന OTT റിലീസാണ്. OTT റിലീസുമായി 42 ദിവസം വേണമെന്നാണ് തിയേറ്റർ ഉടമകൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിർമ്മാതാക്കൾ അവർക്കൊന്നും ഇത് സമ്മതിക്കാൻ കഴിയുന്നില്ല. കാരണം തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാതെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് OTTയിൽ വിറ്റ് മുതൽ മുടക്ക് ഊരിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ തിയേറ്റർ ഉടമകൾ നേരിട്ടെടുക്കുന്ന സിനിമകൾ OTTയുടെ കാലാവധി അവർ പറയുന്നത് 42 ദിവസം തന്നെയാണ്. അത് കൃത്യമായി തന്നെ സിനിമ തരുന്ന നിർമ്മാതാക്കളെ അറിയിക്കും. 42 ദിവസത്തിന് ശേഷമേ OTTയിൽ കൊടുക്കാവൂ എന്ന എഗ്രിമെൻറ്റോട് കൂടി തന്നെ ആ സിനിമ എടുക്കുകയുള്ളൂ, ഇവർ വിതരണത്തിന് എടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സിനിമകൾ, ചെറിയ സിനിമകൾ എന്ന് വ്യത്യാസമില്ലാതെ നേരിട്ട് സിനിമ വിതരണത്തിന് എടുക്കുന്ന ഒരു നിലയിലേക്ക് തിയേറ്റർ സംഘടന മാറുന്നു. എനിക്ക് തോന്നുന്നു അത്തരം തീരുമാനം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് തിയേറ്റർ ഉടമകൾ എടുക്കുന്ന ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ നിർമ്മാതാക്കൾ നേരിട്ട് ഫിയോക്കിനെ സമീപിക്കൂ, വലിയ വലിയ സിനിമകൾ ഫിയോക്കിനെ സമീപിക്കൂ, ചെറിയ സിനിമകൾ സമീപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചെറിയ സിനിമകൾ വിതരണത്തെടുക്കാൻ ചില ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടാകാൻ സാധ്യതയില്ല. അവരെങ്ങനെയെങ്കിലും റിലീസ് ചെയ്ത് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവർക്കിതൊരു ഗുണമാകും. അങ്ങനെ നടത്തിയാൽ അവർക്കൊരു ഗുണമാകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു തീരുമാനം ഇങ്ങനെ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.
അത് വിതരണക്കാരോടുള്ള ദേഷ്യം മൂലമാകാം എന്ന സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്ന അത്രയും വിഷയങ്ങളുണ്ടായപ്പോൾ അതൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ അത് മറ്റ് നിർമ്മാതാക്കളെ ഇവരിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ടും ഞാൻ കാണുന്നു. നടന്നാൽ ഇത് നല്ലതാണെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം ഇതിപ്പോൾ പരസ്യപ്പെടുത്തുന്നില്ല, അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം ഒന്ന് വിളിക്കായിരുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം ഇവർ യോഗം ചേർന്ന ദിവസം ഫിയോക്കിൻ്റെ പത്രസമ്മേളനം നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് തന്നെ നിർമ്മാതാക്കളുടെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെ ഒരുമിച്ചുള്ള യോഗം. അന്ന് ഇവർ യോഗം നടത്തി കഴിഞ്ഞാൽ ഇത് പറഞ്ഞു പുറത്ത് വിടുന്നില്ല എന്ന് ഇവരൊരു തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഒരു സിനിമ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടി നടത്തുമെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ നിലവിൽ മലബാർ ഏരിയയിലേക്കും എറണാകുളം ഏരിയയിലേക്കും തിരുവനന്തപുരം ഏരിയയിലേക്കും ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസർമാരെ കാണാൻ ഈ സിനിമ ഓടുന്നുണ്ടോ എന്ന് കൃത്യത അറിയാൻ. ഒരു സിനിമ 4 ഷോ എന്ന് പറഞ്ഞാൽ 4 ഷോ ആ തിയേറ്ററിൽ ഓടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആളുകളെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് ഈ തിയേറ്റർ ഉടമകളുടെ അസോസിയേഷനിൽപ്പെട്ടവർ തന്നെയാണ് കമ്മിറ്റിയിലുള്ളതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ഒരു പരിപാടി വയ്ക്കും. ഒരു സിനിമ കിട്ടിക്കാൻ ഉദ്ഘാടനം നടത്തും. പിന്നീട് ഒരു സ്റ്റാഫിനെ നിയമിക്കും. ഈ സ്റ്റാഫായിരിക്കും എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായാൽ ആ പൈസ ചിലവാക്കും. സ്വന്തമായി ഒരു കെട്ടിടം വാങ്ങുന്നതിനുള്ള സ്വരൂപിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഇവരൊരു ആലോചന, ഇവരൊരു തീരുമാനം. ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നടത്താം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്നാൽ എത്രമാത്രം ഇത് സത്യസന്ധമായി മുന്നോട്ട് പോകും? ചില സിനിമകൾ ഇപ്പോൾ തിയേറ്റർ ഉടമകൾ കൊടുക്കുന്നു, ഒരു ഷോ നൽകുന്നു, ആ ഷോ ഒന്ന് ക്ലച്ച് പിടിച്ച് വരാനുള്ള സമയം കൊടുക്കാതെ 2 ദിവസം കഴിയുമ്പോൾ ആ സിനിമ തിയേറ്റർ ഉടമകൾ മാറ്റുന്ന സാഹചര്യം. അവർ പറയുന്നത് വലിയ ചിലവാണ്, ഈ സിനിമ ഓടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഗ്യാരണ്ടി കൊടുക്കുമെന്ന് ഇവർ പറയുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമാണ് എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. എന്തായാലും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇനിയും സമയമെടുക്കും. ഇത് നിർമ്മാതാക്കളുടെയും അതോടൊപ്പം വിതരണക്കാരുടെ സംഘടനയുമായി ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇത്തരം ഒരു തീരുമാനത്തിൽ പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇവർ ആലോചന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ നടപ്പിലാക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.